ജൂണിലെ BA ഓണേഴ്സിൻ്റെ ഹിസ്റ്ററി BHIC 110 എന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ആദ്യത്തെ ഭാഗത്ത് സെക്ഷൻ 1 ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഡിസ്കസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്താണ് എന്ന് ചർച്ച ചെയ്യുക. ഹൗ ഡിഡ് ഇറ്റ് അഫക്റ്റ് ദ പെസൻട്രി? ഈ ശാശ്വത ഭൂനികുതി നയം അതെങ്ങനെയാണ് കർഷകരെ സ്വാധീനിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തില് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം അനുസരിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. അതായത് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം 1793 കോൺവാലിസ് പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നും അന്ന് അദ്ദേഹം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു എന്നും ആണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ക്രിയേറ്റ് എ ഫിക്സഡ് ടാക്സ് സിസ്റ്റം, ഒരു സ്ഥിരമായ ഒരു നികുതി സമ്പ്രദായം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് 1793 കോൺവാലിസ് പ്രഭു ഇങ്ങനെ ഒരു ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നത് എന്നും, അതായത് ഗവൺമെന്റിലേക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് ടാക്സ് ഇനത്തിൽ ഒരു സ്ഥിരമായ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക, റെഗുലർ ഫ്ലോ ഓഫ് റവന്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ഉറപ്പുവരുത്തുകയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന പദ്ധതി കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നികുതി സ്ഥിരമായ ഒരു എമൗണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറയാൻ സാധിക്കില്ല, അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1757 വിപ്ലവത്തിന് ശേഷമാണ് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആകുന്നതിന് മുമ്പ് തന്നെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കുമ്പോൾ തന്നെയാണ് കോൺവാലിസ് പ്രഭു 1793 പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇതിന്റെ സവിശേഷതകൾ: ദ സിസ്റ്റം ഹാസ് ഹാഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒന്ന്, ലാൻഡിന്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. സെമിന്ദാർമാർ എന്ന് പറയുന്ന ആൾക്കാര് ഭൂ ഉടമകളായിരുന്നു. അവർക്ക് പരമ്പരാഗതമായിട്ട് തലമുറകളോളം ഈ അവകാശം പിന്തുടർന്ന് പോരുകയും ചെയ്യുമായിരുന്നു. ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിൽ. പക്ഷേ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റവന്യൂ ഈ ജമീന്ദാർമാർ എന്ന് പറയുന്ന ആൾക്കാരെ പിരിച്ചെടുത്ത് ഗവൺമെന്റിലേക്ക് അടക്കണമായിരുന്നു. ദ ഗവൺമെന്റ് ഫിക്സഡ് ആൻ എമൗണ്ട് ഓഫ് ലാൻഡ് റവന്യൂ ടു ബി പെയ്ഡ് ബൈ ദ ജമീന്ദാർസ് ആൻഡ് ദ എമൗണ്ട് കുഡ് നോട്ട് ബി ഇൻക്രീസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ. ആ എമൗണ്ട് ഭാവിയിൽ വർദ്ധിപ്പിക്കാനും സാധിക്കുകയില്ലായിരുന്നു. പെർമനന്റ് ആയിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി മൂന്നാമത്തെ കാര്യം റവന്യൂ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചാണ്. Zamindars were required to pay 10/11 of the revenue. ഗവൺമെന്റിന് കിട്ടുന്ന അവർ പിരിച്ചെടുക്കുന്ന നികുതിയുടെ 10/10 ഭാഗവും ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ജമീന്ദാർമാർ പിരിച്ചെടുക്കുന്ന 11 രൂപ പിരിച്ചെടുത്താൽ അതിൽ 10 രൂപയും ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അതിൽ 1% അവർക്ക് കൈവശം വയ്ക്കാം. 1% അല്ല, 1/11 പോർഷൻ that they can hold themselves. അവർക്ക് അവരുടെ കയ്യിൽ തന്നെ പിടിക്കാം. ഇതായിരുന്നു സംവിധാനം. ഇനി ലാൻഡ് ഡീഡുകളും ഇതിന്റെ കീഴിൽ ഉണ്ടായിരുന്നു. The zamindars were required to give the tenants a land deed. ടെനൻസ്, അതായത് അവരുടെ കീഴിൽ വരുന്ന കുടിയാന്മാർക്ക് ഒരു പത്രം, ഒരു കടലാസ്, ഒരു ഭൂമി, അവരുടെ ഇത്ര ഭൂമി അന്നാൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പട്ടയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓർ പട്ട, ദാറ്റ് ഡിസ്ക്രൈബ്ഡ് ദ ലാൻഡ്, അത് എത്ര ഭൂമിയുണ്ട് വിസ്തൃതി, ആൻഡ് റെന്റ്, എത്ര ഭൂമി, ആ ഭൂമിക്ക് എത്ര വാടക അയാൾ അടക്കണം എന്നതിനെ കുറിച്ച്, എത്ര റെന്റ് അടയ്ക്കണം എന്ന് ആ കർഷകൻ അടക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയും അതിനകത്ത് ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇത് അടച്ചില്ലെങ്കിൽ വല്ല കോൺസിക്വൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെമീന്ദാർമാർക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഫിക്സഡ് എമൗണ്ട് അടയ്ക്കാൻ പറ്റിയില്ല, അവരതിൽ ഫെയിലായി എന്ന് വിചാരിക്കാം. സമയത്ത് അടക്കാൻ പറ്റിയില്ല എങ്കിൽ അവരുടെ ഭൂമിയും കൂടെ, സെമീന്ദാർമാരുടെ ഭൂമിയും കൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടും, പിടിച്ചെടുക്കും, കൺഫിസ്കേറ്റ് ചെയ്യും, ആൻഡ് സെൽ ഇറ്റ് അറ്റ് ഓപ്ഷൻ, എന്നിട്ട് അത് ലേലത്തിന് വിറ്റ് കളയും. എന്തായിരുന്നു ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് കൂടി പറയണ്ടേ. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം സമൂഹത്തെ 2 വിഭാഗമാക്കി തിരിച്ചു. ഒരു കൂട്ടര് ജമീന്ദാർമാർ എന്ന് പറയുന്ന ഭൂ ഉടമകള്, വേറൊരു കൂട്ടര് അവരുടെ കീഴിലുള്ള അടിയാളന്മാരായിട്ടുള്ള ടെനൻസ് അഥവാ കുടിയാന്മാര്. അങ്ങനെ സമൂഹത്തെ 2ആയിട്ട് വിഭജിക്കാൻ ഇത് കാരണമായി. അതൊരു പരാജയമായിരുന്നു. കാരണം അത് ഭൂമി സർവേയിൽ ഒരുപാട് ഫോൾട്ടി ആയിട്ടുള്ള അഴിമതികൾ നടന്നു, തെറ്റായ സർവേ ഒക്കെ നടന്നു.
ഇല്ലാത്തതിനേക്കാളും കൂടുതൽ ഭൂമി ഉണ്ട് എന്ന് പറയാം, ഉള്ളതിനേക്കാൾ കുറവ് ഭൂമി ഉണ്ടെന്ന് ചിലയിടത്ത് പറയാം. അങ്ങനെ അഴിമതികളുടെ ഒരു കൂമ്പാരമായിട്ട് ഇത് മാറി. ഇതൊക്കെ ഇതിന്റെ ചില ദോഷവശങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നുള്ള ഒരു ചോദ്യം എന്തായാലും അവർ ചോദിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചേക്കണം, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡിസ്ക്രൈബ് ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അണ്ടർ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴില്, ഇതും 20 മാർക്കിന്റെ എസ്സേ ആണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതും അപ്പൊ നമ്മൾക്ക് അതിന്റെ ആൻസർ എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് അനുസരിച്ച് ഇങ്ങനെയാണ്. എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കൺട്രീസ്, പ്രത്യേകിച്ച് കോളനി രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈസ് ഡിസൈൻഡ് ബൈ ദ കൊളോണിയൽ റൂളേഴ്സ്. കോളനി ഭരണാധികാരികൾ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. അതായത് their aim was to legitimize their domination. അവരുടെ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആധിപത്യം, ഡോമിനേഷൻ നിയമാനുസൃതമാക്കി എടുക്കുക എന്നതായിരുന്നു ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ദേശ്യം. ആൻഡ് ഓൾസോ ടു സെർവ് ദയർ ഓൺ എക്കണോമിക് നീഡ്സ്. ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പ്രയോജനകരമായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതും ഉണ്ടായിരുന്നു. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദ കൊളോണിയൽ കൺട്രി വാസ് എസെൻഷ്യൽ ഫോർ ദം ഫോർ സർവൈവിങ് ഇൻ ദാറ്റ് കൺട്രി. ആ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇനി ഒരുപാട് കാലം അതിജീവിക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ ജനതയുടെ സാമ്പത്തിക രംഗത്തിന്മേലും രാഷ്ട്രീയ രംഗത്തിന്മേലും, അതായത് ഇക്കണോമിക് കണ്ടീഷൻസിലും പൊളിറ്റിക്കൽ കണ്ടീഷൻസിലും ഒക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രം അത് സാധീനിയും കുറെ നാള് ആ ബ്രിട്ടീഷ് ഭരണം അവിടെ പെർപ്പച്വേറ്റ് ചെയ്യാൻ, അവിടെ തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതിനൊക്കെ സാധ്യമാകുന്ന ഒരു എഡ്യൂക്കേഷണൽ പോളിസിയാണ് അവര് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതാണ് പറഞ്ഞു വരുന്നത്. സോ they planned to establish a new set of values in those colonies. ബ്രിട്ടന്റെ കീഴിലുള്ള കോളനികളിലൊക്കെ ഒരു പുതിയ സെറ്റ് വാല്യൂസ് കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദർ റൂൾ. തങ്ങളുടെ ഭരണത്തിന് ഒരു ന്യായീകരണം കൊണ്ടുവരാനായി. ദസ് അങ്ങനെ നമുക്ക് പറയാം, വി ക്യാൻ സേ ദാറ്റ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ എഡ്യൂക്കേഷൻ ലോസ്റ്റ് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ വിദ്യാഭ്യാസത്തിന് അതിന്റെ സ്വതന്ത്രമായ ആ ഐഡന്റിറ്റി, അസ്തിത്വം നഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് ബിക്കേം എ സബോർഡിനേറ്റ് തിങ് അണ്ടർ പൊളിറ്റിക്കൽ പവർ. രാഷ്ട്രീയ അധികാരത്തിന് കീഴിലുള്ള ഒരു വിധേയപ്പെട്ട് നിൽക്കുന്ന, കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുതയായി വിദ്യാഭ്യാസം മാറി. അറിവെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ളതാണോ? ഓരോരുത്തരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങൾക്ക് വേണ്ടി അറിവിനെ വെട്ടി ഷെയ്പ്പ് ചെയ്ത് പാകപ്പെടുത്തേണ്ട ഒന്നാണോ? അല്ല. അറിവ് ലോകത്തെമ്പാടുമുള്ള നോളജാണ്. അത് മനുഷ്യർക്ക് യഥാർത്ഥ അറിവിനെ വളച്ചൊടിക്കാതെ കയ്യിൽ കിട്ടണം, എങ്കിലാണ് അറിവ് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ പക്ഷേ അവരങ്ങനെയല്ല ചെയ്ത്, അവരുടെ ആവശ്യത്തിന് പറ്റിയ രീതിയിൽ വെട്ടി മുറിച്ച് പരിഷ്കരിച്ച ഒരു അറിവാണ് പ്രൊവൈഡ് ചെയ്തത് എന്നതാണ് ഒരു വലിയ പോരായ്മ. പക്ഷേ ബട്ട് there is no doubt that the colonial education brought some good changes. പക്ഷേ കോളനി വിദ്യാഭ്യാസം കുറച്ചൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ യാതൊരു തർക്കവുമില്ല. ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ എ കൊളോണിയൽ കൺട്രി, ഒരു കൊളോണിയൽ കൺട്രിയിൽ സാംസ്കാരികപരമായിട്ടുള്ള പരിഷ്കാരം കൊണ്ടുവരാൻ ഇത് കാരണമായി. ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ എക്സ്പെരിമെന്റ്സ് എൻറിച്ച്ഡ് ദ എക്സിസ്റ്റിംഗ് നോളജ്. പുതിയ ആശയങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ നിലവിലുള്ള നമ്മുടെ അറിവിനെ സമ്പന്നമാക്കി എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ബട്ട് ദ കോളനി ഹാസ് ടു പേ എ ഹെവി പ്രൈസ് ഫോർ ഓൾ ദീസ് തിങ്സ്. പക്ഷെ ഇതിനെല്ലാമായിട്ട് കോളനിക്ക് കനത്ത വില നൽകേണ്ടി വന്നു. ഓൺലി ഫ്യൂ പീപ്പിൾ വെയർ ദ റിയൽ ബെനിഫിഷ്യറീസ് ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷൻ. കോളനി വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന് ചോദിച്ചാൽ ഗുണഭോക്താക്കൾ. അതുകൊണ്ട് ഗുണം ഉണ്ടാക്കിയ ആൾക്കാർ വളരെ കുറച്ച് നാട്ടുകാർ മാത്രം. ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുകാരും ദുരിതത്തിൽ തന്നെയാണ്. ദേ വേർ ദ പീപ്പിൾ ഹു വർക്ക്ഡ് ഫോർ ദ കൊളോണിയൽ റൂൾ. കോളനി ഭരണത്തിന് വേണ്ടി പണിയെടുത്ത ആൾക്കാരാണ് അവർ. കൊളോണിയൽ എഡ്യൂക്കേഷൻ എയിംഡ് ഓൺലി ടു കൺട്രോൾ ദ കോളനീസ് ഇൻ എ ബെറ്റർ വേ. കൊളോണിയൽ വിദ്യാഭ്യാസം കോളനികളെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന് വേണ്ടി മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് ദ കോളനി വാസ് നോട്ട് ദെയർ എയിം. കോളനിയുടെ വികസനം അവരുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ അക്വസിഷൻ ഓഫ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ ആധിപത്യം അവരെ നേടിയതിന് ഉടനെ തന്നെ കമ്പനി ഡിസൈഡഡ് ടു മെയിൻറ്റെയിൻ എ ന്യൂട്രലി
ന്യൂട്രാലിറ്റി ഇൻ ദ റിലീജിയൻ, മതത്തിലൊരു പക്ഷപാതരഹിതമായൊരു മനോഭാവം കൊണ്ട് നിലനിർത്താൻ ശ്രമിച്ചു. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൽ ആൻഡ് കൾച്ചർ ഓഫ് ദ ലോക്കൽ സൊസൈറ്റി, പ്രാദേശിക സമൂഹത്തിന്റെ സംസ്കാരത്തിലും. ദേ ഓൾവേസ് ഫിയേർഡ് ദ അഡ്വേഴ്സ് റിയാക്ഷൻ ആൻഡ് ഓപ്പോസിഷൻ ഫ്രം ദ ലോക്കൽ പീപ്പിൾ, പ്രാദേശിക ജനങ്ങളുടെ പ്രതികൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് എന്നും കമ്പനി ഭയപ്പെട്ടു. സാധാരണക്കാരായിട്ടുള്ള അല്ലേ, അവർ എതിർപ്പുണ്ടാകുമോ, അവരുടെ ഓപ്പോസിഷൻ ഒക്കെ ഭയപ്പെട്ടു. പക്ഷേ ബട്ട് ലേറ്റർ ബൈ ദ കോൺസ്റ്റന്റ് പ്രഷർ ഫ്രം ദ പാർട്ട് ഓഫ് ദ മിഷണറീസ്, പക്ഷേ മിഷണറിമാര് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, ലിബറൽസ് ആൻഡ് ഓറിയന്റൽ, മിഷണറിമാർ മാത്രമല്ല ഉദാര ചിന്താഗതിക്കാരും ഓറിയന്റലിസ്റ്റുകൾ, കിഴക്കൻ നാട്ടിലെ അറിവിനെ ബഹുമാനിക്കുന്ന കുറച്ച് സായിപ്പന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ നിരന്തരമായ ശ്രമഫലമായിട്ട്, സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടുക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലേണിംഗ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയാണ്. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ദേ പാട്രണൈസ്ഡ് ഓറിയന്റൽ ലേണിംഗ്. അന്ന് ആ തുടക്കത്തിലെ ഈ ഓറിയന്റലിസ്റ്റുകൾ പറയുന്ന കിഴക്കൻ നാട്ടിന്റെ മഹനീയമായ അറിവിനെ പാടിപ്പുകഴ്ത്തുന്ന അത്തരത്തിലുള്ള അറിവുകൾ വേണം എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവര് മുൻകൈ എടുത്തതെന്ന് പറയാം. സം സച്ച് സ്കൂൾസ് ആർ കൽക്കട്ട മദ്രസ, അത്തരത്തിലുള്ള ഒരു സ്കൂളായിരുന്നു. ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് അങ്ങനത്തെ ഒരെണ്ണമായിരുന്നു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അങ്ങനത്തെ ഒരു ഓറിയന്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. എന്തുവാടെ ദോസ് ഹു സപ്പോർട്ടഡ് ഇന്ത്യൻ ക്ലാസിക്കൽ ട്രഡീഷൻ വേർ നോൺ ആസ് ഓറിയന്റലിസ്റ്റ്. അങ്ങനെ ഇന്ത്യൻ ക്ലാസിക്കൽ പാരമ്പര്യത്തെ പിന്തുണച്ച ആൾക്കാർ അവർ ഓറിയന്റലിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. എന്തുവാട്ടെ ദേ ആർഗ്യൂഡ് ദാറ്റ്, ഈ ഓറിയന്റലിസ്റ്റുകൾ വാദിച്ചത് എന്താണെന്ന് അറിയാമോ? അവർ വാദിച്ചു, അതായത് ദർ വാസ് പ്രിജഡിസ് എമംഗ് ഇന്ത്യൻസ് അഗേൻസ്റ്റ് യൂറോപ്യൻ നോളജ്. യൂറോപ്യന്മാരുടെ അറിവിനെ സംബന്ധിച്ച്, സയൻസിനെ സംബന്ധിച്ച് ഇന്ത്യക്കാർക്കിടയിൽ ചില മുൻവിധികളുണ്ട് എന്നുള്ളതാണ്. സം ഓഫ് ദം വേർ ഓൾസോ ഇൻട്രസ്റ്റഡ് ടു എക്സ്പ്ലോർ ദ ക്ലാസിക്കൽ ട്രഡീഷൻ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. അവരിൽ ചിലര് പുരാതന ഇന്ത്യയിലെ ക്ലാസിക്കൽ പാരമ്പര്യം എക്സ്പ്ലോർ ചെയ്യാനും അവർ ശ്രമിച്ചു. സം ഓഫ് ദം ഹാഡ് എ ജെനുവിൻ ഡിസയർ ടു എക്സ്പ്ലോർ ആൻഡ് അഡ്മയർ ഇന്ത്യൻ കൾച്ചർ. അവരിൽ കുറച്ചു പേർക്ക് ഇന്ത്യൻ സംസ്കാരത്തെ അഡ്മയർ ചെയ്യാനും ബഹുമാനിക്കാനും ആരാധിക്കാനും ഒക്കെ, അല്ലെങ്കിൽ അതിലേക്ക് അന്വേഷിച്ച് ഗവേഷണം നടത്തി കണ്ടെത്താനും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷേ ബട്ട് സം അമംഗ് ദം വേർ ഗൈഡഡ് ബൈ സം പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്. വേറെ ചില ആൾക്കാർ ചില പ്രായോഗിക ഗുണഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആയിരുന്നു ശ്രമിച്ചിരുന്നത് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ച്. അപ്പൊ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 ഉണ്ടായി. ദിസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള മാധ്യമമായിട്ട് ഉപയോഗിക്കണം, പ്രാദേശിക ഭാഷയൊന്നും അല്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇൻ ദി പ്രിന്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ബുക്സ് ആണ് അടുത്ത ഒരു കാര്യം. യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു, കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലുമായിട്ട്. മിഷണറിമാരുടെ സ്കൂളുകൾ 1820-കളില്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോർട്ട് വില്യം കോളേജ് 1801, വില്യം ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയില്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് 1791. ഫോർമേഷൻ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോർ ഓറിയന്റൽ ലേണിംഗ്, ജെയിംസ് മെല്ലിനെ പോലുള്ള ആൾക്കാർ 1784. ഇങ്ങനെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം മിക്സഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് ഉണ്ടായത് സമൂഹത്തിൽ എന്ന് പറയാൻ സാധിക്കും.